ഗുഡ് മോർണിംഗ്. ഞാൻ സിജിലാണ്, ഇൻഡസ് നെക്സ മൂവാറ്റുപുഴയിൽ. ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ പുതിയ വേരിയൻറ്റ് ലോഞ്ചിങ് ആണ്. ശരിക്കും കഴിഞ്ഞ ദിവസമാണ് മാരുതി ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ മൂവാറ്റുപുഴയിൽ ആദ്യമായിട്ട് ഈ ഒരു വേരിയൻറ്റ് വന്നേക്കുവാണ്. ഡെൽറ്റ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡാണ്, അല്ലെങ്കിൽ ECVT എന്ന് പറയും. നമുക്ക് ശരിക്കും ഈ ഒരു ഗ്രാൻഡ് വിറ്റാര, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ഡെൽറ്റയായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടെന്ന് പറയാനില്ല. പക്ഷേ എന്നിരുന്നാലും ചെറിയ ഓർണമെൻറ്റ്സിൽ വ്യത്യാസമുണ്ട്. അതായത് നോർമൽ ഡെൽറ്റയായിട്ട്, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ഡെൽറ്റയായിട്ട് എക്സ്റ്റീരിയറിലെ വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു റൂഫ് ഓർണമെൻറ്റില്ലേ, ഈ റൂഫ് ഓർണമെൻറ്റ് ഡെൽറ്റ പ്ലസ്സിൽ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, നോർമൽ നമ്മുടെ സീറ്റ പ്ലസ്, ആൽഫ പ്ലസ് എന്ന് പറയുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡ് 2 വേരിയൻസിൽ വന്നേക്കുന്ന പോലെ ഈ ഒരു ക്ലാഡിങ്ങില്ലേ, വീൽ ആർച്ച് ക്ലാഡിങ് അല്ലെങ്കിൽ ബാക്കിലത്തെ ഒരു സ്കിഡ് പ്ലേറ്റ്, ഇതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം പറയാനില്ല. കാരണം ഗ്ലോസി ബ്ലാക്ക് അല്ല കൊടുത്തേക്കുന്നത്, ശരിക്കും മാറ്റ് ബ്ലാക്ക് ആണ്. അതേപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് ആണെങ്കിലും ഈ ഒരു സാറ്റിൻ ഫിനിഷിലാണ് വന്നേക്കുന്നത്, സെയിം ഡെൽറ്റ തന്നെ. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എക്സ്റ്റീരിയറിൽ ഈ ഒരു റൂഫ് ഓർണമെൻ്റ് അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിപ്പം ഒപ്പലൻ റെഡ് എന്ന് പറയുന്നൊരു കളറാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് ECVT അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു ഇലക്ട്രിക് വെഹിക്കിളാണെന്ന് പറയാം. കാരണം സെൽഫ് ചാർജിങ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ 27.97 ആണ് മൈലേജ് പറയുന്നത്. സാധാരണ EVകളെ പോലെ നമുക്കിത് ഒരു എക്സ്റ്റേണൽ സോഴ്സ്, അതായത് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. റണ്ണിങ്ങിൽ തന്നെ ചാർജ് ആവുന്ന ഒരു ടെക്നോളജിയാണ്. സ്ട്രോങ് ഹൈബ്രിഡ് ആണ്, ECVT ആണ് നമുക്ക് പറയാം. ഓക്കെ, എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. കാരണം ECVTയിൽ വരുന്ന പോലത്തെ ഒരു ഗ്ലോസി ഹെഡ്ലാമ്പ് ഗാർണിഷോ അല്ലെങ്കിൽ സ്കിഡ് പ്ലേറ്റ് സ്മോക്കി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്രില്ല് സ്മോക്കി ആയിട്ടുള്ളതൊന്നുമല്ല. കറക്റ്റ് ഒരു ഡെൽറ്റ, നോർമൽ ഡെൽറ്റയായിട്ട് സെയിം ആയിട്ട് തന്നെയാണ് ഇറക്കിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻറ്റീരിയറിലെ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു പുഷ് ബട്ടൻ്റെതാണെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയറിലെ വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പുഷ് ബട്ടൻ്റെ വ്യത്യാസം, ഇതിലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. സീറ്റ പ്ലസ്, ആൽഫ പ്ലസ് പോലെ തന്നെ സെയിം ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ, സാധാരണ ഡെൽറ്റയിൽ ഇവിടെ ഓഡിയോ കൺട്രോൾ സ്വിച്ചും ഇവിടെ ക്രൂയിസ് കൺട്രോൾ ആയിരുന്നു. പക്ഷേ ECVTയിൽ നമുക്കിതിൽ സെലക്ഷൻ ബട്ടൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് MID ആണ്. MID ശരിക്കും ECVT അല്ലെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ സെയിം MID ആണ് വന്നിരിക്കുന്നത്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു EV ബട്ടൺ, അതേപോലെ ഡ്രൈവ് മോഡിന് 2 ബട്ടൺസ് വന്നു. ഇത് നോർമൽ ഡെൽറ്റയിൽ ഇല്ലാത്തതാണ്. പിന്നെ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ ഇൻറ്റീരിയർ ലെതർ ഫിനിഷോ കാര്യങ്ങളൊന്നുമില്ല. എന്തായിരുന്നോ ഡെൽറ്റയിൽ, നോർമൽ ഡെൽറ്റയിൽ തന്നിരിക്കുന്ന ആ സെയിം ഒരു ഫൈബർ ഫിനിഷ് തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ സീറ്റ് കവറൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു ഫാബ്രിക് സീറ്റിൽ തന്നെ വന്നു. ഇതിവിടെ ലെതർ ഫിനിഷോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ECVT സീറ്റ പ്ലസ്സിൽ, ആൽഫ പ്ലസ്സിൽ ശരിക്കും ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നു. പക്ഷേ പകരം ഇതിന് ഡെൽറ്റയിലെ സെയിം ബ്രൗൺ കളറും ബ്ലാക്കും ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. വ്യത്യാസം എന്ന് പറയാൻ ശരിക്കും ഇതിൻ്റെ EV, അതായത് ഇലക്ട്രിക്കുള്ള ആയിട്ടുള്ളൊരു എൻജിൻ കൊണ്ടുവന്നു. അല്ലാതെ നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫാബ്രിക് സീറ്റ് കൊടുത്തു. ഡെൽറ്റയിലെ പോലെ തന്നെ AC ഇവൻ്റ് കാര്യങ്ങൾ, ചാർജിങ് പോർട്ട്, സെൻട്രൽ ആംറസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിപ്പം ഒപ്പലൻ റെഡാണ് ഞാൻ പറഞ്ഞു. വൈറ്റ്, സിൽവർ, ഗ്രേ, ബ്ലൂ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നാണെങ്കിൽ, അതായത് പ്രൈസോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പം താങ്ക് യു.